Okay, good morning, students. Welcome back to the class. Okay. All right. Pencil എടുക്കുക, notebook ഉണ്ടാവണം, textbook ഉണ്ടാവണം. Okay. So, do you remember what we learned in the last class? കഴിഞ്ഞ ക്ലാസ് നമ്മൾ എന്താ പഠിച്ചേ? നമ്മള് ആനിമൽസിന്റെ നെയിംസ് പഠിക്കുകയായിരുന്നു അല്ലേ? ഇൻ ദ ജംഗിൾ, ജംഗിളിലുള്ള നമ്മുടെ ഫ്രണ്ട്സിനെ കുറിച്ച് നമ്മൾ പഠിക്കുകയായിരുന്നു. Okay. So, what all the names did we learn? Do you remember? നമ്മൾ ഏതൊക്കെ പേരുകൾ പഠിച്ചു? ആരുടെയൊക്കെ പേരുകൾ പഠിച്ചു? ഓർമ്മയുണ്ടോ? Okay. നമ്മള് lion, we learned lion. അല്ലേ? In the first class we learned lion, giraffe, monkey, tiger, fox. അല്ലേ മക്കളെ? ഈ അഞ്ചെണ്ണം നമ്മള് ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. പിന്നെയോ the second class we learned ഏതൊക്കെയായിരുന്നു? rabbit, rhino, leopard, deer and elephant. അത് പഠിച്ചു അല്ലേ? Okay. So these are the names we learned in the last class. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ആനിമൽസിന്റെ പേരുകൾ ആർക്കൊന്ന് പറയാൻ പറ്റുന്നേ? ആരോ ഒന്ന് പറയുന്നേ? ടീച്ചർ നോക്കട്ടെ. യെസ്, ആഹാസ്. ആഹാസ് പറഞ്ഞേ മോനെ. അൺമ്യൂട്ട് yourself. യാ, എന്നിട്ട് പറഞ്ഞോ മോനെ. Good morning, miss. Good morning മോനു. Lion, giraffe, monkey, tiger, fox, rabbit, dino, leopard, elephant, deer. Good. Thank you, miss. Yes. മിടുക്കനാട്ടോ. Okay. അപ്പോ one second. So in today's class, ഇന്നത്തെ ക്ലാസ്സില് okay, Ivy said that she will read. Okay, I will give you the time. Okay, വായിക്കാൻ പറയാൻ ടീച്ചർ സമയം തരാം. അതിനു മുമ്പ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് പഠിച്ചിട്ട് നമുക്ക് പിന്നെ ടീച്ചർ സമയം തരാം കേട്ടോ. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് 4 പേരുടെ പേരും കൂടിയാണ് കേട്ടോ. ഫസ്റ്റ് വൺ സീബ്ര. കേട്ടിട്ടുണ്ടോ സീബ്ര എന്ന്? കേട്ടിട്ടുണ്ടല്ലേ? നമ്മൾ പിക്ചറിലൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, നമുക്ക് പിക്ചർ കാണിച്ചു തന്നിട്ടുണ്ട്. ഇവിടെ സീബ്ര ഇതല്ലേ? ഇതുണ്ടോ? സീബ്രനെ കണ്ടോ എല്ലാവരും? ഇതുണ്ടോ? ദിസ് ഈസ് സീബ്ര. The first name is zebra. എല്ലാവരും പറഞ്ഞു എവിടുന്ന്? സീബ്ര പറയുന്നുണ്ടോ മക്കളെ? യെസ്, സീബ്ര. ഫസ്റ്റ് വൺ ഈസ് സീബ്ര. യെസ്, സീബ്ര. സെക്കൻഡ് വൺ ഈസ് ബിയർ. BEAR, ബിയർ എന്ന് പറഞ്ഞ കരടി. കരടി കേട്ടോ. ബിയർ, കരടി. ടീച്ചർ എഴുതാൻ എഴുതി കാണിച്ചു തരാം. ഇപ്പൊ നിങ്ങൾ എഴുതണ്ട, നിങ്ങൾ പറഞ്ഞാൽ മതി കേട്ടോ. അടുത്ത ക്രൊക്കഡൈൽ. ക്രൊക്കഡൈൽ. ക്രൊക്കഡൈൽ എന്ന് പറഞ്ഞാൽ ആരാ? മുതല. കണ്ടോ? നമ്മുടെ ബുക്കിലുണ്ട്, നമുക്ക് പിക്ചർ കാണിച്ചു തന്നിട്ടുണ്ട്. ക്രൊക്കഡൈലിനെ കണ്ടോ? ഇതിനെയാണ് ക്രൊക്കഡൈൽ എന്ന് വിളിക്കുന്നത്. പിന്നെയോ സ്നേക്ക്. സ്നേക്ക്, പാമ്പിനെ കണ്ടിട്ടില്ലേ നമ്മള്? കണ്ടിട്ടുണ്ടോ? പാമ്പിനാണ് സ്നേക്ക് എന്ന് പറയുന്നത്. സ്നേക്ക് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് എഴുതി വെക്കാവേ. നോട്ട്ബുക്ക് എടുത്തോ. ടീച്ചർ ഇപ്പൊ സ്പെല്ലിങ്സ് എഴുതി തരാം.
First one is zebra. എന്താണ് zebra spelling? Z-E-B-R-A. Zebra. നോക്കി എഴുതണേ. Zebra. Zebra. Okay. Next one, bear. Bear. First one zebra and the other bear. എഴുതുമ്പോ നല്ല ഭംഗിയായിട്ട് എഴുതണേ. നമ്മുടെ ലെറ്റേഴ്സ് എഴുതുമ്പോൾ ആ രണ്ട് ലൈനിൽ നന്നായിട്ട് ടച്ച് ചെയ്യാൻ വേണം, അതിൽ നിന്ന് പുറത്ത് പോവുകയും പാടില്ല. അടുത്തത് ക്രൊക്കഡൈൽ. Crocodile. Zebra, bear, crocodile. Zebra, bear, crocodile. എഴുതില്ലേ മക്കളെ? Last one, snake. ഇതായിരുന്നു snake. Snake. എഴുതിയോ? നല്ല ഭംഗിയിൽ എഴുതണേ. എന്നിട്ട് ഇന്ന് ടീച്ചർക്ക് ഇത് ഫോട്ടോ എടുത്തിട്ട് തരേണ്ടതാ ടീച്ചർക്ക്. ആരാ നന്നായിട്ട് എഴുതുന്നെന്ന് ടീച്ചർ നോക്കട്ടെ. Zebra, bear, crocodile, snake. 4 പേരുടെ പേരാണ് നമ്മളിപ്പോ പഠിച്ചത്. ഇപ്പൊ നമ്മൾ ടോട്ടൽ എത്ര പേരുടെ പേര് പഠിച്ചു? പറയാൻ പറ്റുമോ? അല്ലേ? നമ്മൾ 14 പേരുടെ പേര് പഠിച്ചു. 14 names നമ്മൾ പഠിച്ചു. എഴുതി കഴിഞ്ഞില്ലേ മക്കളെ? ഓക്കെ. എല്ലാവരും എഴുതിയായിരുന്നോ മക്കളെ? യെസ്. അപ്പോ ഇന്നത്തെ ക്ലാസ് കഴിയുന്ന പാടെ ഒരു പണി ചെയ്യണം. എന്താണെന്നറിയോ? ഇന്നത്തെ ക്ലാസ് കഴിയുന്ന പാടെ ടീച്ചർക്ക് ഇതൊന്ന് പിന്നെ സ്ലേറ്റിൽ എഴുതിയവര്, നിങ്ങൾക്ക് 12 names ആയിട്ടുള്ളൂ. ആയില്ലേ? ലയൺ, ജിറാഫ്, മങ്കി, ടൈഗർ, ഫോക്സ്, റാബിറ്റ്, റൈനോ,
leopard, deer, elephant, zebra, bear, crocodile, snake. ആയില്ലേ? ഇന്നത്തെയും കൂടെ കൂട്ടുമ്പോൾ 14 ആയില്ലേ? അപ്പൊ എന്താ ടീച്ചർ പറഞ്ഞു വന്നേ മക്കളെ? ഓക്കെ ഓക്കെ എല്ലാണില്ലാസ് ഓക്കെ മോനെ. പിന്നുണ്ടല്ലോ എന്താ ടീച്ചർ പറഞ്ഞു വന്നേ? ഇന്ന് ക്ലാസ് കഴിയുന്ന പാടെ ഈ നമ്മളിപ്പോ എഴുതിയില്ലേ, നമ്മള് സ്ലേറ്റിൽ എഴുതിയ മക്കള് അത് നോട്ട്ബുക്കിലേക്ക് എഴുതുക കേട്ടോ. എന്നിട്ട് ടീച്ചർക്ക് ഇപ്പൊ തന്നെ ക്ലാസ് കഴിയുന്ന പാടെ അത് ഫോട്ടോ എടുത്ത് നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഇടണേ കേട്ടോ. യെസ്, ഓൾ റൈറ്റ്. അപ്പൊ ഇന്ന് അത് ചെയ്യണം. അതിനുശേഷം നമുക്കൊരു ഹോംവർക്ക് ഉണ്ട് കേട്ടോ. എന്താ ഹോംവർക്ക് എന്നറിയോ? ഈസി ഹോംവർക്കാ. അടുത്ത പേജ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ നെക്സ്റ്റ് പേജ് ഒന്ന് എടുത്തേ. അടുത്ത പേജ് ഉണ്ടോ? ഒരു പേജ് മറിച്ച് കഴിയുമ്പോ നമുക്കിവിടെ ഒരു സംഭവം ഉണ്ട്. ഇത് കണ്ടോ? ഇങ്ങനെ ഒരു ഇത് നിങ്ങൾ കണ്ടോ? ഇതെന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് നോക്കിയേ. ഹെൽപ്പ് റോമി ഗെറ്റ് ഹോം. Okay. Help Romy get home. ഇപ്പൊ ഈ റോമി എന്ന് പറയുന്ന നമ്മുടെ മങ്കി അല്ലേ? മങ്കിയ. ആ മങ്കീനെ എയിൽ നിന്ന് ഇസഡിൽ എത്താൻ വേണ്ടി നമ്മൾ വഴി കാണിച്ചു കൊടുക്കണം. ഡിസ്റ്റർബ് വരുന്നുണ്ടല്ലേ? ഇവിടെ എന്തോ കുറച്ച് പണി നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതിന്റെ സൗണ്ടാ. ഓക്കെ, നമ്മുടെ റോമിയെ എയിൽ നിന്ന് ഇസഡിൽ എത്താനായിട്ട് നമ്മൾ വഴി കാണിച്ചു കൊടുക്കണം മക്കളെ. അപ്പൊ വഴി കാണിച്ചു കൊടുക്കില്ലേ? അതൊന്ന് ഡ്രോ ചെയ്യണം കേട്ടോ. ആ വഴി ഒന്ന് ഡ്രോ ചെയ്ത് ആരും ഫിനിഷ് ആക്കിയേ. ഇപ്പോഴേ ഫിനിഷ് ആക്കണ്ടായിരുന്നു. ക്ലാസ് കഴിഞ്ഞിട്ട് നല്ല വൃത്തിക്ക് എഴുതാൻ മതിയായിരുന്നല്ലോ. എന്തിനാ ഇപ്പഴാ വരച്ചേ? ഹോംവർക്ക് ആണല്ലേ ടീച്ചർ പറഞ്ഞേ? കുഴപ്പമില്ല കേട്ടോ, ചെയ്ത് കഴിഞ്ഞെങ്കിൽ കുഴപ്പമില്ല. ഇപ്പൊ ചെയ്യണ്ട, ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. ഇതാണ് ഹോംവർക്ക്. ഇതെന്തിനാ ചെയ്യിക്കണ്ടെന്നറിയോ മക്കള്? ഒന്നും കൂടെ ആ ആൽഫബറ്റ്സ് ഒന്നും കൂടെ തറവാകുന്നതിന് വേണ്ടിയിട്ടാ. നല്ലോണം ആ ആൽഫബറ്റ്സ് ഒന്നും കൂടെ ഓർത്തിരിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയാ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അത് വരയ്ക്കുമ്പോ ഒന്ന് പറയുകയും കൂടെ ചെയ്യണം കേട്ടോ. A to Z വരെ ഒന്ന് പറഞ്ഞിട്ടൊക്കെ വേണം വരയ്ക്കാനായിട്ട്. എന്നിട്ട് എന്റെ മക്കൾ എന്ത് ചെയ്യേണ്ടതെന്ന് അറിയോ? എന്നിട്ട് ഈ ക്ലാസ് കഴിയുന്ന പാടെ ഇത് ചെയ്യാം. ഇത് ചെയ്തതിന് ശേഷം ഈ ആൽഫബറ്റ്സ് ഒക്കെ ഒന്ന് പറയാം ഒച്ചയ്ക്ക് കേട്ടോ. എന്നിട്ട് ഇതിന്റെ ഫോട്ടോ എടുത്ത് ഗ്രൂപ്പിൽ ഇപ്പൊ തന്നെ ഇട്ട് തരണം ടീച്ചർക്ക് കേട്ടോ. ഹോംവർക്ക് മക്കൾക്ക് വൈകുന്നേരം വരെ സമയമുണ്ട്. പക്ഷെ നിങ്ങള് കുഞ്ഞു മക്കളായതുകൊണ്ട് നിങ്ങൾ കളിച്ച് നടക്കും, നിങ്ങൾ മറന്നു പോകും. അതുകൊണ്ട് എന്നെ ചെയ്യേണ്ടതെന്ന് അറിയോ? ഇത് കഴിയുമ്പോ തന്നെ അവിടെ ഇരുന്ന ഹോംവർക്ക് അങ്ങ് ചെയ്തോ കേട്ടോ. എന്നിട്ട് എവിടെയും പോവണ്ട, അല്ലെങ്കിൽ നിങ്ങൾ മറന്നു പോകും കേട്ടോ. എന്നിട്ട് ടീച്ചർ നോക്കും ആരൊക്കെ ഇന്ന് ഹോംവർക്ക് ചെയ്ത മക്കള്. ചെയ്തിട്ട് ഫോട്ടോ എടുത്ത് ടീച്ചർക്ക് ഇട്ട് തരണം കേട്ടോ. ഇനി നമുക്ക് ഇതുവരെ ടീച്ചർ നിങ്ങളോട് സ്പെല്ലിംഗ് ഒന്നും പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായില്ല. പക്ഷെ ഇനി മുതലുള്ള ക്ലാസ്സിലുണ്ടല്ലോ നമുക്ക് സ്പെല്ലിംഗ് ഒക്കെ പഠിക്കണം. കുറേശ്ശെ കുറേശ്ശെ ഓരോ വാക്കിന്റെ സ്പെല്ലിംഗ് ഒക്കെ നമുക്ക് പഠിക്കണം കേട്ടോ. ഇത്രയും ദിവസം ഇപ്പം ജംഗിളിലുള്ള നമ്മുടെ ഫ്രണ്ട്സിന്റെ പേരിന്റെ സ്പെല്ലിംഗ് പഠിക്കാൻ ടീച്ചർ പറഞ്ഞില്ല. അത് നമ്മളോട് പേര് പറഞ്ഞു പഠിക്കാനാ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ടീച്ചർ പേര് പഠിക്കാൻ പറയാതിരുന്നത്. ഓക്കെ, 1 സെക്കൻഡ്.
നിങ്ങൾക്ക് വേറെ സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഇപ്പൊ നിങ്ങൾക്ക് സൗണ്ട് ഡിസ്റ്റർബൻസ് വരുന്നുണ്ടോ മക്കളെ? ഇപ്പൊ കേൾക്കുന്നില്ല? ടീച്ചറിനെ കേൾക്കാൻ പറ്റുന്നതിന് തമ്പ് തന്നെ. കേൾക്കുന്നുണ്ട്. വേറെ ഒച്ച കേൾക്കുന്നുണ്ടോ ഇപ്പൊ നിങ്ങൾക്ക്? വേറെ ഡിസ്റ്റർബൻസ് വരുന്നുണ്ടോ ഇപ്പൊ? ഇവിടെ നിന്നുള്ള വേറെ ശബ്ദം ഇപ്പൊ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പോഴും ഉണ്ട് അല്ലേ? ഓക്കെ മക്കളെ, എന്താ അവരോട് വർക്ക് ചെയ്യുക? ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ എന്താ മക്കളെ ടീച്ചർ പഠിപ്പിച്ചത്? നമ്മൾ എന്താ പഠിച്ചേ? നമ്മള് ജനറൽ നമ്മുടെ ഫ്രണ്ട്സിന്റെ പേര് പഠിച്ചു അല്ലേ? ബാക്കി 4 പേരും കൂടെ നമ്മളിപ്പോ പഠിച്ചു. സീബ്ര, ഡിയർ, ക്രൊക്കഡൈൽ, സ്നേക്ക്. ഇപ്പൊ ജംഗിളിലെ ആനിമൽസിന്റെ പേര് പറയാൻ മക്കളോട് ആരെങ്കിലും പറഞ്ഞാല് മക്കൾക്ക് പറയാൻ പറ്റൂലേ? മക്കള് പറയില്ലേ? പറയാൻ പറ്റുമോ? നമ്മളോട് ആരെങ്കിലും ചോദിക്കാണ് നിങ്ങൾക്ക് കാട്ടിലുള്ള മൃഗങ്ങളുടെ പേരറിയോ എന്ന് ചോദിച്ചാ എന്റെ മക്കൾ അറിയാന്ന് പറയൂലേ? നമ്മൾ ഇത്രയും പേരുടെ പേര് പഠിച്ചു അല്ലേ? ആരുടെയൊക്കെ മക്കളെ ഒന്ന് പറയാമോ ആദ്യം മുതല്? എത്ര പേരുടെ നമ്മൾ പഠിച്ചത്? ലയൺ. നമ്മൾ ആദ്യം നമ്മുടെ ലയണിനെ കുറിച്ച് പഠിച്ചു അല്ലേ? ലയന്റെ പേര് പഠിച്ചു. ലയൺ, ജിറാഫ്, മങ്കി, ടൈഗർ, ഫോക്സ്, റാബിറ്റ്, റീനോ, ലെപ്പേർഡ്, ബീർ, എലിഫന്റ് അല്ലേ? അത്രയും പേര് നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് പഠിച്ചായിരുന്നു. ഇന്ന് നമ്മൾ 4 പേരെ പഠിച്ചു അല്ലേ? 4 പേരുടെ പേര് പഠിച്ചു. ആരുടെയൊക്കെയാ? സീബ്ര, ഡിയർ, ക്രൊക്കഡൈൽ, സ്നേക്ക്. ഇത്രയും പേരുടെ പേരുകളാണ് നമ്മള് ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചല്ലേ മക്കളെ? അപ്പൊ നല്ല ഭംഗിയായിട്ട് നമ്മൾ നോട്ട്ബുക്കിൽ എഴുതിയിട്ടുണ്ടാവും അല്ലേ? അപ്പൊ എഴുതിയ ഈ ഇത്രയും പേരുടെ പേര്, എല്ലാവരുടെ പേരും എഴുതിയേക്കുന്ന മൊത്തം പേരും ടീച്ചർക്ക് ഇന്ന് ഇപ്പൊ തന്നെ ഗ്രൂപ്പിലിട്ട് തരണേ കേട്ടോ. ടീച്ചർ നോക്കട്ടെ ആരൊക്കെ നല്ല ഭംഗിയായിട്ട് എഴുതിയേക്കുന്ന മക്കളെന്ന്. പിന്നെ ഗ്രൂപ്പിലിടുന്നതിന് മുമ്പ് നിങ്ങൾക്ക് തോന്നുവാണ് ഞാൻ എഴുതിയത് നീറ്റ് ആയിട്ടില്ല, ഭംഗിയായില്ല എന്നൊക്കെ തോന്നുവാണെങ്കിൽ എന്താ ചെയ്യണ്ടേ? ഒന്നും കൂടെ വായിച്ചിട്ട് എഴുതിക്കും കേട്ടോ. പെൻസിൽ കൊണ്ടല്ലേ നമ്മൾ എഴുതുന്നേ. അപ്പൊ ഗ്രൂപ്പിലിടുമ്പോ നല്ല സൂപ്പർ ആയിട്ട് എഴുതിയിട്ടില്ല എന്ന് തോന്നുവാണെങ്കിൽ ഫോട്ടോ എടുത്തിടുന്നതിന് മുമ്പ് ഒന്നും കൂടെ വായിച്ചിട്ട് ഒന്നും കൂടി എഴുതിക്കോ, കുഴപ്പമില്ല കേട്ടോ. നോക്കട്ടെ ആർക്കൊക്കെ നല്ല വൃത്തിക്ക് എഴുതാൻ അറിയാവുന്ന മക്കളെന്ന് ടീച്ചർക്ക് നോക്കട്ടെ കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹോംവർക്ക് ചെയ്തിടണേ. ഇത് വരച്ചിട്ട് ഫോട്ടോ എടുത്തിടുക. എന്നിട്ട് വെറുതെ വരച്ചു വെച്ച് ഫോട്ടോ എടുത്തിട്ടാ പോരാ, ആൽഫബറ്റ്സ് ഒന്ന് പറഞ്ഞും കൂടെ പഠിക്കണം കേട്ടോ മക്കളെ. എല്ലാ ആൽഫബറ്റ്സും ഒന്ന് പറഞ്ഞും കൂടെ പഠിക്കാം. ടീച്ചർ അറ്റൻഡൻസ് നോക്കി എടുത്തോട്ടെ. അവിനാഷ് പ്രകാശ്, അവിനാഷ് പ്രകാശ്, ഇഷാൻ ആർക്കെ, ഇഷാൻ. ഓക്കെ ഇഷാൻ. ഇഷാൻ, ക്രിസ്റ്റോ ജോൺസ് ജോബി, ആരോമൽ പി. ഓക്കെ. മുഹമ്മദ് സിയാൻ, അഭിരാമി സജിത്, അന്നാഗ്രി, പാർവണ,
Bhavika. Bhavya Kashinath. Kashinath Gauri Nanda. Godwin. Bhavyami. Andros Gio. Fiona. Muhammad Saad. Jasmine. Angel. Edwin Joseph. Diane. Nazim. Irshad. Anaya. Lord. Nigel. Nigel. Ahad. Ahad. Fiona. Fiona. Vaishnav. Sansa. Nahla. Sound നിങ്ങൾക്ക് വല്ലാതെ ഡിസ്റ്റർബൻസ് ആവുന്നുണ്ടോ മക്കളെ? എലോണും നൈജലും എന്താ മക്കളെ? സെക്കൻഡ്. എലോൺ. എലോണെ എന്താ മോനെ? അൺമ്യൂട്ട് ചെയ്തേ മോനെ. പറഞ്ഞോ എന്താ മോനെ എലോണെ? പറഞ്ഞോ. എലോൺ. എലോൺ പറയുന്നുണ്ടോ? എന്താ മോനെ പറയുന്നത്? ടീച്ചർ കേൾക്കുന്നില്ലല്ലോടാ. നേജല് ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. നേജൽ അൺമ്യൂട്ട് ചെയ്തേ. നേജല് എന്താ മോനെ? വിളിച്ചില്ല. എന്നെ വിളിച്ചില്ല മിസ്. മോനെ വിളിച്ചില്ല അല്ലെ? മോന്റെ പേര് ടീച്ചറോട് എഴുതിയായിരുന്നു, അതുകൊണ്ടാണ് വിളിക്കാൻ കേട്ടോ. മോനെ കുറച്ചു പേരുടെ പേര് വിളിച്ചില്ല. വിളിക്കാത്തവരുടെ പേര് ഞാനിവിടെ ഓൾറെഡി അവരെ അഡ്മിറ്റ് ചെയ്തപ്പോഴേ എഴുതിയിരുന്നു, അതുകൊണ്ടാണ് വിളിക്കാത്തത് കേട്ടോ. ഞാനൊന്ന് ക്ലിയർ ചെയ്തതാ കുറച്ച് പേരുടെ ആരുടെ പേരൊക്കെ ഉണ്ടോ. ഞാൻ നിങ്ങളുടെയൊക്കെ പേര് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്റെ ബുക്കിൽ മുഴുവനും നിങ്ങളൊക്കെ വന്നപ്പോഴേ നിങ്ങളുടെ പേര് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് കിട്ടാത്ത കുറച്ച് പേരുടെ പേരുകൾ ടീച്ചർ വിളിച്ചുള്ളൂ, ബാക്കി എല്ലാവരുടെ പേര് കിട്ടിയിട്ടുണ്ട് മക്കളെ. മ്യൂട്ട് ചെയ്യാൻ കഴിയുന്നില്ല. എലോണില്ല. 1 സെക്കൻഡ് ഞാൻ നോക്കട്ടെ.
ഓക്കെ, ഇപ്പൊ നമ്മുടെ സൗണ്ട് ഡിസ്റ്റർബൻസ് പോയില്ലേ? യെസ്. മഹേദിയ അല്ലേ? ഇർഷാദ്. ഓക്കെ, മഹേദിയ. ഓക്കെ, ഇർഷാദിന്റെ പേരായിരുന്നു അതല്ലേ? ഓക്കെ, താങ്ക്സ്. ജുവലിന്റെ പേര് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, കിട്ടിയിരുന്നേ. നിങ്ങളത് ടെൻഷൻ ആവണ്ട, ഞാനിവിടെ ചെയ്യുന്നുണ്ട്. അപ്പോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്, നമ്മുടെ ഒരു പ്രാവശ്യം നമ്മൾ സമയം ഏകദേശം തീരാൻ പോവാ മക്കളെ. അപ്പൊ അതിനു മുമ്പ് ടീച്ചർ ഒന്നും കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് നമ്മൾ പഠിച്ചത് നമ്മള് നെയിംസ് ഓഫ് ദ 4 ആനിമൽസ് നമ്മൾ പഠിച്ചു. സീബ്ര, ബിയർ, പിന്നെ ഏതായിരുന്നു? ജസ്വൽ എന്നാണ്. ഓക്കെ മക്കൾ, ഇനി മുതല് ക്ലാസ്സിൽ അടിച്ചു കയറുമ്പോൾ, ഓക്കെ, ക്ലാസ്സിൽ അടിച്ചു കയറുമ്പോൾ നിങ്ങളുടെ തന്നെ പേരടിച്ച് കയറണം കേട്ടോ മക്കളെ. കാരണം ഉണ്ടല്ലോ, നിങ്ങൾ കയറുമ്പോൾ തന്നെ ടീച്ചർ നിങ്ങൾ അറ്റൻഡൻസ് എടുക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ തന്നെ പേരടിച്ച് കയറുവാണെങ്കിൽ നമുക്ക് ഈ പ്രശ്നം വരത്തില്ല കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ചത് ഏതൊക്കെയാണ്? സീബ്ര, ബിയർ, ക്രൊക്കഡൈൽ, സ്നേക്ക് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ടീച്ചറിന്റെ നമ്പർ അറിയത്തില്ലേ? ഗ്രൂപ്പിൽ ടീച്ചറിന്റെ നമ്പർ ഉണ്ട് കേട്ടോ. ഇനി അത് അറിയത്തില്ലെങ്കിൽ ടീച്ചർ ഒന്ന് പറഞ്ഞു തരാം ടീച്ചറിന്റെ നമ്പർ. നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതിയെടുത്തോ. എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ടീച്ചറിനെ പേഴ്സണൽ ആയിട്ട് വിളിച്ചാൽ മതി. പറയട്ടെ? 98 എഴുതിക്കോ. 9847. അമ്മ, മിസ്സിന്റെ പേര് വേണോ? മിസ്സിന്റെ പേര് വേണോ? പേരല്ല, നമ്പർ നമ്പർ വേണം. ഓക്കെ, മിസ്സിന്റെ നമ്പർ 1 സെക്കൻഡ് ടീച്ചർ പറഞ്ഞുതരാം. 9847 31 9 230. എഴുതി തരാം കേട്ടോ. Nine 9847 319 230. മിസ്സിന്റെ പേര് ആരെ കുത്തി വരയ്ക്കുന്നേ? ഓക്കെ, അപ്പോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ടീച്ചറിനെ വിളിച്ചാൽ മതി. ഇപ്പൊ വിളിച്ചാൽ കിട്ടൂല കേട്ടോ.